നമസ്കാരം ഗൈസ്, ഇന്ന് വ്ളോഗ് വളരെ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. സമയം ഇപ്പം എത്ര? എൻ്റെ വാച്ചനെ ഓഫായിരിക്കട്ടെ. ഓൾമോസ്റ്റ് 7 മണിയാവാറായി. 6:45 7 മണി. നമ്മൾ പുറത്തിറങ്ങിയാണ്. പാം വന്ന് കഴിഞ്ഞിട്ട് ഫുള്ള്, ഞാൻ പറഞ്ഞില്ലേ, പാം വന്നു കഴിഞ്ഞാൽ ഫുള്ള് ക്ലീനിങ്ങും മറ്റേ മറിച്ചായിരിക്കും. അപ്പോൾ രാവിലെ മുതലിരുന്ന് ഫുള്ള് വീട് ഞാൻ ക്ലീൻ ചെയ്തിട്ടും അവളുടെ വക ക്ലീനിങ് വേറെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ അന്ന് നല്ലോണം കിടന്നുറങ്ങി, കാരണം അത്രയും ടയർഡായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുക ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്, പാൽ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതേ മഴ പെയ്ത് വഴങ്ങി. നമുക്ക് ഇവിടുന്ന് പോകാനുള്ള യാതൊരു വഴിയില്ല ഗൈസ്. ഫുള്ള് ഇവിടെ വെള്ളം വെള്ളം ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളിന്ന് പോകില്ല. Only milk now we have to think what to do. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മളുടെ ഗലി അങ്ങോട്ട് വെള്ളം. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കുറേ പൊളിച്ചു, ഈ പൈപ്പ് ലൈൻ, ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെള്ളം കൂടി തുടങ്ങി. ഇന്നത്തെ പരിപാടി ഫുള്ള് ഫ്ലോപ്പായി. ഇപ്പം നമ്മുടെ ശ്രീമതി ഇവിടെ എത്തിയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ കൂടെ മേടിച്ചു കൊണ്ടുവന്നു. ഫസ്റ്റ് ടൈം my son is studying today. So what to cook, madam? You're supposed to cook. You said that you come and just like this. Okay. So beans thoran. Beans. You like that? Beans thoran fry. Then more curry. Okay. Beans thoran more curry. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബീൻസ് തോരനും പിന്നെ മോര് കറി. ഇത് കണ്ട ഫുള്ള് പിന്നിൽ ഫുള്ള് തുണി കഴുകാട്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞാൽ ഇന്ന് കഴുകണ്ട, കാരണം നല്ലോണം മഴ ഉണ്ടെന്ന്. ഫുള്ളിപ്പോൾ നനഞ്ഞ് തിരിച്ചിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് എടുത്തിട്ടിരിക്കുക. നനഞ്ഞിട്ട് ഫുള്ള് എന്തോ ഭയം കൊണ്ട് നമുക്ക് മനസ്സിലായി. നമ്മൾ അടിയിലിറങ്ങിയായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് അവൾ ഇത് ഫുള്ള് എടുത്തിട്ട് ബെഡിലേക്ക് ഇട്ടു. അപ്പോൾ ഗായ്സ്, ഇന്ന് ആക്ച്വലി നമ്മൾ പുറത്ത് പോയിട്ട് ഞാൻ ഇവിടുത്തെ ഉണ്ടല്ലോ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പാം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഈ സാധനങ്ങൾ മേടിക്കുക, വില എന്താണ്, കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ നമ്മുടെ ഡൽഹിയിലെ. പിന്നെ ഡൽഹിനെ പറ്റിയിട്ടുള്ള ഞാൻ ഒരു വ്ളോഗ് ഉണ്ടാക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെ വീട് കണ്ടുപിടിക്കാം, റെൻറ്റിന് ഏത് സ്ഥലത്ത് കണ്ടുപിടിക്കാം, ഏത് സ്ഥലമാണ് എങ്ങനെയാണെന്നുള്ള ഇതൊക്കെ ഉള്ളത്. ഡൽഹി NCR ഉണ്ട്, ഡൽഹി NCT ഉണ്ട്, അങ്ങനെ പലതും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റഡി ചെയ്തിട്ടുണ്ട്, കാരണം ഡൽഹി ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഡൽഹി NCT ഉണ്ട്, ഡൽഹി NCR ഉണ്ട്, ന്യൂ ഡൽഹി ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഒരു റീജിയണൽ ഇതായതുകൊണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് യു റോങ് ഇൻഫർമേഷൻ. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് കുറേ മോട്ടിവേഷണൽ ടോപ്പിക്സും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിക്കലി നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ടു ഓവർകം ഓൾ ദി ഡിഫിക്കൽട്ടീസ് വാട്ട് വി ആർ ഫേസിങ് ഇൻ ലൈഫ്. ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തതും ഞാൻ മോട്ടിവേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എൻ്റെ ലൈഫിന്, ആൻഡ് ഹൗ ഐ ആം കമ്മിങ് അപ്പ് ഇൻ ലൈഫ്, അതിനെ പറ്റിയിട്ട് ഉള്ള ഇതിന്. അപ്പോൾ എൻ്റെ സ്വന്തം എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ ടോപ്പിക്സിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. I have already started talking about it and making the videos. എഡിറ്റൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഇന്ന് ഞാൻ പറയില്ലേ, ഇന്ന് അധികമൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്ത് പോയിട്ട് നിങ്ങളൊന്ന് മാർക്കറ്റ് പ്ലേസും നോർമൽ ഡൽഹിയിലെ മാർക്കറ്റ് പ്ലേസും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. വെയർ വി ബൈ ഓൾ ദിസ് വെജിറ്റബിൾസും നമ്മുടെ ചിക്കനും ഇതൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, മഴ ആകെ കൊളാക്കി. പുറത്ത് നല്ല കാലാവസ്ഥ, നല്ല എന്താണ് പറയുക, കുളിരിപ്പ്. മഴ പെയ്തിട്ട് ഇപ്പോൾ 3-4 ദിവസമായി ഡൽഹിയിൽ മഴ പെയ്യുന്നു. ഈ ജൂലൈ കഴിഞ്ഞിട്ട് ഈ ഒക്ടോബർ വരെ, എനിക്കൊന്ന് ഒക്ടോബർ വരെ നല്ലൊരു ഈ കാലാവസ്ഥ ഉണ്ട്. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആ നല്ല കുളിരുന്ന കാറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നല്ലതാണ്. നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഈ ഗലി ആയതുകൊണ്ട് ഇവിടെ കാറ്റധികം കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഉണ്ട്, പുറത്തു നിന്നാലും നമുക്ക് കാറ്റ് ഫീൽ ചെയ്യാം. നല്ലൊരു രസം അത്.
ഒരു ഫ്രഷ്നെസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ AQI ലെവൽ യു ആൻ ബിലീവ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് 105-ലെത്തി, വിച്ച് ഈസ് എ വെരി ബിഗ് തിങ്. അപ്പോൾ ഈ AQI ഇവിടെ ഇത്രയും കുറയാന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ 0, ഓൾമോസ്റ്റ് നെക്സ്റ്റ് ടു 0 ആയി. പിന്നെ ഡൽഹിയിൽ വേറൊരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഈ വയറൊക്കെ കാണില്ല നമ്മളിത് ഇതിനെ പറ്റിയിട്ട് ഞാൻ പണ്ടത്തെ എൻ്റെ ബ്ലോഗിൽ പറയുന്നത് കണ്ട, ഫുള്ളിങ്ങനെ മുകളിൽ കൂടെ വരുന്ന വയറ്. ഇതൊക്കെ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ചിട്ട് അവർ ഇതൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് കളയാൻ പോകുന്നു. അപ്പോൾ എല്ലാ വയറിങ്ങും ഇതൊക്കെ ബേസിക്കലി അണ്ടർഗ്രൗണ്ട് ആക്കാൻ പോകുന്നത് എല്ലാതും. സെയിം ദുബായിലൊക്കെ ഉള്ള മാതിരി തന്നെ ആ സെയിം സംഭവം ഇപ്പോൾ പുതിയ സിറ്റീസൊക്കെ വന്നില്ലേ, ഗുഡ്ഗാവും അങ്ങനെയൊക്കെ. ആ ഭാഗത്തൊക്കെ പുതിയ നോയിഡയിൽ, ഗ്രേറ്റർ നോയിഡ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാതും അണ്ടർഗ്രൗണ്ടാണ്, ഒറ്റ വയറിങ്ങും പുറത്തായിട്ടില്ല. അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കാണുമ്പോഴുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ. ദ സിറ്റി ആക്ച്വലി ലുക്സ് നീറ്റ് ആൻഡ് ഗുഡ്. ഇതിപ്പോൾ ഡൽഹി ഞാൻ പറഞ്ഞ മാതിരി വളരെ പഴയൊരു സിറ്റിയാണ്. അതായതുകൊണ്ട് it's very hard to reconstruct and develop this into a new, the modern city. അപ്പോൾ ട്രൈ ചെയ്യേണ്ട ഗവൺമെൻറ് ഓരോന്നോരോന്നൊക്കെ, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. വേണ്ട, നമ്മൾ ഫുള്ള് എല്ലാതും നനഞ്ഞ് ടീഷർട്ടൊക്കെ ഇവിടെ തിരികെ വലിച്ചെറിയേണ്ടി വന്നു. കാരണം അത്രയും സ്ട്രോങ് മഴയായിരുന്നു. കുറച്ചേർന്ന് കൂളർ ഇടഞ്ഞു. ഇനി AC യുടെ ആവശ്യമില്ല നമുക്ക്, ഇനി കൂളറാ. അടിപൊളി സാധനം കേട്ടോ കൂളർ. അപ്പോൾ പാമിന് ഈ തോരനെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ. അവളുടെ മമ്മീനായിട്ട് സംസാരിക്കാം. പാമിൻ്റെ ഒരു എൽഡർ ബ്രദർ ഉണ്ട്, സായിലാം. ആൾ ഭയങ്കര വലിയ മ്യൂസീഷ്യനും ഗിറ്റാറിസ്റ്റും ഒക്കെയാണ്. ആളിന് സ്വന്തം വീട് എന്ന് വെച്ചാൽ അവരുടെ അവിടുത്തെ മണിപ്പൂരിലുള്ള വീട് ആൾ സ്വന്തം ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ ലേബറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫുള്ള് കൺസ്ട്രക്ഷൻ ആളാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ആൾ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആൾ ഫാമിലിയിൽ 2 കൊല്ലം 1.5 കൊല്ലത്തെ മൂത്തത്. ആളിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ആൾ ഫൈനലി ഇപ്പം സമ്മതിച്ചു. ആളുടെ എൻഗേജ്മെൻറ്റിന് ഓഗസ്റ്റ് 16th. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മണിപ്പൂർ പോയിന്നിരിക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഫാമിലി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം എവറി 3 months കഴിഞ്ഞിട്ടാണ് ഫാമിലി ഓഫ് കിട്ടാറ്. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് ഇവിടെ 10-15 days നമ്മളുടെ അടുത്ത്. ഇപ്പോൾ ആ 3 months ഹോളിഡേയ്സിന് പിന്നെ അതിൻ്റെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. അവളുടെ ഫുള്ള് ഫാമിലി മെമ്പേഴ്സ്, ബ്രദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ മമ്മിയും. പാമിൻ്റെ ഫാദറില്ല, ഫാദർ മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഫുള്ള് ഫാമിലി മെമ്പേഴ്സ് ഫോണിൽ കോൺഫറൻസ് കോളിലാണ് എങ്ങനെയാണ് ഈ പരിപാടി ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഫാമിലിയുടെ ഒരു ഇതാണല്ലോ കല്യാണവും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് അധികമില്ല നമ്മുടെ വ്ളോഗിൽ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തു പുറത്ത് പോയിട്ട് എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പറ്റിയില്ല. അൺഫോർച്യുനേറ്റ്ലി മഴ കാരണം പറ്റിയില്ല. ഇപ്പോൾ പാം വന്നുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടും പുറത്തൊക്കെ ഇറങ്ങാനും ഇതൊക്കെ ആയിട്ട്. ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഇനി പുറത്ത് പോവാം. കാരണം ഷീ വിൽ ടേക്ക് കെയർ ഓഫ് യാവിൻ. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഒരു 5-10 ദിവസമെങ്കിലും എനിക്ക് സമയം കിട്ടും. സോ ഹോപ്പ്ഫുള്ളി അപ്പോൾ നമ്മൾക്ക് കാണാം നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഔട്ട് മൈ വ്ളോഗ് ടുമോറോ. വളരെ ഇൻട്രസ്റ്റിംഗ് മോട്ടിവേഷണൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ദാറ്റ് വ്ളോഗ്. ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഗൈസ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, please don't forget to like, comment and share. Bye and subscribe. Bye.